വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ബിഗ് ബോസ് മലയാളം സീസൺ 6 50ാമത്തെ എപ്പിസോഡിന്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ശരിക്കും 50ാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഇരുന്ന് ഉറങ്ങിപ്പോയൊരു എപ്പിസോഡാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. 49 വന്നപ്പോഴേക്കും നമ്മൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ നാളെ ആയിരിക്കും പൊട്ടിത്തെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന്. പക്ഷെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല. പൊട്ടിത്തെറിക്കേണ്ട കാര്യങ്ങൾക്ക് പോലും ലാലേട്ടൻ സൗമ്യമായിട്ട് സംസാരിച്ച് ഇരുന്നോ എന്ന് പറഞ്ഞിട്ട് പോകുന്നൊരവസ്ഥ. ശരിക്കും ലാലേട്ടൻ എന്താ സംഭവിച്ചത്? ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിനകത്തൊരു ഹീറോ പരിവേഷമുള്ള ഒരാളാണ്. അദ്ദേഹം വന്ന് നിൽക്കുമ്പോൾ തന്നെ ഓരോ കാര്യങ്ങളും നൂലിഴ കീറി പരിശോധിച്ച് സംസാരിക്കുമെന്നൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പൊ പോകെ പോകെ എനിക്ക് തോന്നുന്നു സിബിന്റെ ആ ഒരു എപ്പിസോഡ്, സിബിനെ ടോർച്ചർ ചെയ്ത ആ എപ്പിസോഡ് മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവരെ ഹരാസ് ചെയ്യുന്നൊരവസ്ഥ. വലിയ തെറ്റുകൾ ചെയ്യുന്നവരെ ലാഘവത്തോടെ വിട്ടിട്ട് കുഞ്ഞു കുഞ്ഞു തെറ്റുകൾ ചെയ്യുന്നവരെ വലിയ ശിക്ഷകൾ നൽകുന്നൊരവസ്ഥ. നോമിനേഷനിലേക്കും അല്ലെങ്കിൽ കണ്ണ് പൊട്ടുന്ന വഴക്കു പറഞ്ഞും ഒക്കെ ഇരുത്തുന്നൊരവസ്ഥ. ഇനി അവൻ തലപൊക്കാൻ പാടില്ല എന്ന രീതിയിൽ. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ജയിലിൽ നടന്ന ഫിസിക്കൽ അസോൾട്ട്, അത് ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. കാരണം ഉറങ്ങിക്കിടന്ന ഒരാളെ വിളിച്ചുണർത്തിയിട്ട് നീങ്ങിക്കിടക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മാറിക്കിടക്കാൻ പറഞ്ഞു. അയാളത് ചെയ്യാൻ തയ്യാറാവാത്തതിൻ്റെ പേരിൽ അയാൾ ഉണർന്നു. പക്ഷേ അയാളത് ചെയ്യാൻ തയ്യാറാവാത്തതിൻ്റെ പേരിൽ അയാൾ വന്ന് അടിച്ചുണർത്തുകയാണ്. ഇത് തിരിച്ചായിരുന്നു സംഭവിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ജാസ്മിന്റെ സ്ഥാനത്ത് ജിൻഡോ ആയിരുന്നു ജാസ്മിനെ അടിച്ചുണർത്തിയിരുന്നതെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഇങ്ങനെ ആയിരിക്കുമോ പ്രതികരിക്കുന്നത്? ഒരിക്കലുമല്ല. ഇപ്പൊ ബിഗ് ബോസിന്റെ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു രീതിയിലും അതേക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളത് ചെയ്തു വന്നതുകൊണ്ട് മാത്രം ഇന്നലെ നടന്ന കാര്യങ്ങൾ നമുക്ക് നോടിച്ചു പോകാം. അതോടൊപ്പം തന്നെ അഖിൽ മാരാരുടെ ഒരു വീഡിയോ ഇന്നലെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടു. വളരെയധികം വിമർശനാത്മകമായിട്ടാണ് അഖിൽ മാരാർ സംസാരിച്ചിരിക്കുന്നത്. വേറെ ഏതൊരാൾ സംസാരിച്ചാലും നമുക്കത് ഒരു പക്ഷേ കപ്പ് കിട്ടാത്തതിന്റെ വിഷമം കൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിലൊന്നും കപ്പ് കിട്ടാത്തതിന്റെ ദേഷ്യം കൊണ്ടൊക്കെ പറഞ്ഞെന്ന് പറയാം. പക്ഷേ ഇവിടെ ബിഗ് ബോസ് മലയാളം സീസൺ 5ന്റെ വിന്നർ തന്നെയാണ് വന്ന് ബിഗ് ബോസ് ക്രൂവിനെതിരെയും അതുപോലെ ബിഗ് ബോസ് ഡയറക്ടർക്കെതിരെയും ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കെതിരെയുമാണ് അഖിൽ മാരാർ സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തീരെ കഴമ്പില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബോസിന്റെ വിന്നറാണത് പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് വന്നു പോയ ഒരാളാണ് പറഞ്ഞെങ്കിൽ നമുക്ക് പറയാം അത് അസൂയ കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഷോ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്ന് പറയാം. പക്ഷേ ഇത് കഴിഞ്ഞ സീസണിലെ വിൻ ചെയ്ത ഒരാളാണ് പറയുന്നത്. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ കഴമ്പില്ലാതില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, നമുക്ക് എപ്പിസോഡിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഇന്നലത്തെ എപ്പിസോഡ് ലാലേട്ടൻ വന്നിട്ട് 50ാമത്തെ എപ്പിസോഡ് പ്രമാണിച്ച് ഹൗസ് മെമ്പേഴ്സിന് എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ അവരവരുടെ വീട്ടുകാർ അയച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനങ്ങൾ അവർ കൈപ്പറ്റി ഓരോരുത്തരും ആ സമ്മാനങ്ങൾ തുറന്നു നോക്കുന്നു. ആദ്യം അഭിഷേകിന്റെ അമ്മയുടെ ഒരു കത്തായിരുന്നു. വളരെ ഇമോഷണലി നമ്മളെ ഹൗണ്ട് ചെയ്യുന്നൊരു ലെറ്റർ ആയിരുന്നു അത്. അഭിഷേകിന്റെ ആ ഒരു സ്വത്വത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന, അത് അമ്മയോട് പറയാതെ പോയതിന്റെ വിഷമവും ഒക്കെ പറഞ്ഞു പോയ ഒരു കത്തായിരുന്നു. അത് കഴിഞ്ഞ് ശ്രീധുവിന് ഒരു ടെഡിയാണ് കിട്ടിയത്. ഋഷിക്ക് അമ്മയുടെ കുഞ്ഞിലത്തെ ഫോട്ടോ കിട്ടി. ശരണ്യയ്ക്ക് ഭർത്താവിന്റെ ടീഷർട്ടാണ്. ശ്രീരേഖയ്ക്ക് അച്ഛന്റെ ഫോട്ടോ. ഗബ്രിക്ക് ക്യാമറ, ഗബ്രി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ ഏതൊരു ക്യാമറയാണ്. ജാസ്മിന് ഉമ്മയുടെ നൈറ്റി ആയിരുന്നു കിട്ടിയിരുന്നത്. പിന്നെ ഫാമിലിയുടെ ഫോട്ടോ. ജിൻഡയും അമ്മയും മൊത്തമുള്ള ഫോട്ടോ ആയിരുന്നു ജിൻഡയ്ക്ക് കിട്ടിയ സമ്മാനം. അപ്പോൾ അതിനകത്തും അമ്മയുമായിട്ടുള്ള സ്നേഹം ജിൻഡ ഒരുപാട് പ്രാവശ്യം പുറത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്മ മെഡിസിൻ കഴിക്കണമെന്നൊക്കെ പറയുന്നൊരു സീക്വൻസ് ഒക്കെ ഉണ്ടായിരുന്നു മുൻപുള്ള എപ്പിസോഡുകളിൽ. അപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് കയറി പോകുന്നൊരു സീനായിരുന്നു. അത് അൻസിബയ്ക്ക് ഫാമിലി ഫോട്ടോ ആയിരുന്നു. അൻസിബയും കരഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുനന് ചേച്ചിയുടെ മക്കൾ വരച്ച പിക്ചറായിരുന്നു സമ്മാനമായിട്ട് കിട്ടിയത്. അപ്സരയ്ക്ക് ഫാമിലി ഫോട്ടോ, റസ്മിന് ഫാമിലി ഫോട്ടോ, സിജോയ്ക്ക് പെങ്ങളുടെ കുഞ്ഞുമായിട്ടുള്ള സിജോയുടെ ഫോട്ടോയാണ് കിട്ടിയത്. നോറയ്ക്ക് നോറ ഇഷ്ടപ്പെടുന്ന ആൾ മൊത്തമുള്ള ഫോട്ടോ. നന്ദനയ്ക്ക് ഫാമിലി ഫോട്ടോ. അഭിഷേക് ശ്രീകുമാറിന്റെ ഫാമിലി ട്രിപ്പ് ഫോട്ടോ, ഫാമിലിയായിട്ട് ട്രിപ്പ് പോയതിന്റെ ഫോട്ടോ. സായിക്ക് വൈഫുമായിട്ടുള്ള ഫോട്ടോ. പിന്നെ 50ാമത്തെ ദിവസത്തെ കേക്ക് കട്ടിങ് ആയിരുന്നു. അവരെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് കഴിച്ചു. കുറേയധികം ആളുകളുടെ വിഷസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ക്രൂ തെരഞ്ഞു പിടിച്ച് പബ്ലിക്കിന്റെ വിഷ് മേടിച്ചതുപോലെ തോന്നി. കാരണം വളരെ കുറച്ച് പേര് മാത്രമാണ് പബ്ലിക്കിൽ നിന്ന് വിഷ് ചെയ്തിട്ടുള്ളത്. മുൻകാല സീസണുകളിലെ കണ്ടസ്റ്റൻസ് വിഷ് ചെയ്തു, സീരിയൽ ആർട്ടിസ്റ്റുകൾ വിഷ് ചെയ്തു. ഇതിനകത്തും ഈ വിഷ് വന്നപ്പോൾ അഖിൽ മാരാരുടെ ഒരു വിഷ് വന്നു. എല്ലാവരുടെയും വിഷ് പ്ലസന്റ് ആയിരുന്നു. അഖിൽ മാരാരുടെ വിഷ് വന്നപ്പം ബിഗ് ബോസ് സീസൺ 6 50ാം ദിവസം കടന്നിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ ആശംസകൾ കഴിഞ്ഞു. അഖിൽ അത് വലിയ താല്പര്യത്തോടെ അല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോഴേ ഒരു ചെറിയ കല്ല് കടിച്ചു. പക്ഷേ അതിൻ്റെ പിന്നിൽ എന്താ നമുക്കറിയില്ലല്ലോ. അപ്പോൾ ആ ഒരു വിഷെല്ലാം കഴിഞ്ഞു. പിന്നെ കിച്ചൺ ക്യാപ്റ്റനായിരുന്ന ജിൻഡോ എന്തുകൊണ്ട് മാറ്റി എന്നൊക്കെ ഉള്ള സംസാരങ്ങളായിരുന്നു. ആദ്യം ജിൻഡോ ആയിരുന്നു കിച്ചൺ ക്യാപ്റ്റൻ. കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ദിവസം കട്ടൻ ചായ വെച്ച് കൊടുത്തില്ല, ആരോടും പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ടാണ് നേരെ ജിൻഡോനെ ക്യാപ്റ്റൻസിൽ നിന്ന് മാറ്റിയിട്ട് അൻസിബെ ക്യാപ്റ്റനാക്കിയത്. അപ്പോൾ അതിന് ജിൻഡോനെ കുറച്ചൊന്ന് വിമർശിച്ച് സംസാരിച്ചു ലാലേട്ടൻ. അതൊരു മോശപ്പെട്ട കാര്യമല്ലേ ജിൻഡോ, അതെന്താ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിച്ചിട്ട് ലാലേട്ടൻ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ ജിൻഡോനെ കൈ കിട്ടിയാൽ, ജിൻഡോ എന്തെങ്കിലും ചെറിയ കാര്യം ചെയ്താൽ പോലും ജിൻഡോനെ വളരെ വലുതായിട്ട് വിമർശിക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു.
കഴിഞ്ഞ ദിവസം ജിൻഡോ മുടിക്കുത്തിനെ പിടിച്ചു പറഞ്ഞ ശരണ്യയുടെ മുടിക്കുത്തിനെ പിടിച്ചു പറഞ്ഞിട്ട് ഒന്ന് ജിൻഡോനെ ഏറെ കയറ്റാൻ നോക്കി. പക്ഷേ അതിന്റെ വീഡിയോ വന്നപ്പോൾ ആർക്കും ഒന്നും പറയാനില്ല. ശരിക്കും ലാലേട്ടൻ അവിടെ ചെയ്യേണ്ടിരുന്നത് ജിൻഡോ അല്ല തെറ്റുകാരനെന്ന് പറയണമായിരുന്നു. ആ വീഡിയോ കാണിച്ചിട്ടും ഇതിനകത്ത് ഇപ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, ആരാണ് മുടിക്ക് പിടിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിട്ടു. പക്ഷെ അവിടെ ജിൻഡോ അല്ല പിടിച്ചതെന്ന് തെളിയിക്കണമായിരുന്നു. അവിടെ എന്തേ ഒരു ക്യാമറയിലും ക്ലാരിറ്റി ഇല്ലേ? ക്ലാരിറ്റി ഇല്ലാത്ത ഏതോ ഒരു ക്യാമറയിൽ കിട്ടിയ ഒരു വിഷ്വലാണ് അവിടെ കാണിച്ചിരുന്നത്. അത് വളരെ മോശമായി പോയി. അപ്പൊ ഇപ്പോഴും ജിൻഡോയുടെ മേലുള്ള കുറ്റം അവിടെ ആരോപിക്കപ്പെട്ട് നിൽക്കുകയാണ്. ജിൻഡോ അല്ല തെറ്റുകാരൻ എന്നാരും പറയുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അൻസിബ ഒറ്റയ്ക്ക് നിന്നാണ് ഫുഡ് ഉണ്ടാക്കിയത്. ജാസ്മിനും ജിൻഡോയും അൻസിബയെ സഹായിക്കാൻ ചെന്നില്ല എന്നുള്ള ഒരു വിഷയം അവിടെ അവതരിപ്പിക്കപ്പെട്ടു. അത് നോറയാണെന്ന് തോന്നുന്നു സംസാരിച്ചത്. അപ്പൊ നോറ ഇന്നലെ ശരിക്കും ജാസ്മിനെ പൊരിച്ചടുക്കി. വരെ നോറ ഇത്രയും ആക്റ്റീവായിട്ട് ജാസ്മിനെതിരെ ലാലേട്ടന്റെ മുന്നിൽ സംസാരിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ നോറ വളരെ ഗംഭീരമായിട്ട് ജാസ്മിനെതിരെ സംസാരിച്ചു. അപ്പോൾ അൻസിബയെ എന്തുകൊണ്ട് സഹായിക്കാൻ പോയില്ല ജിൻഡോയും ജാസ്മിനും എന്ന് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ സഹായിച്ചു ലാലേട്ട, ഞാൻ എന്തോ കറക്കി കണ്ടിച്ചു കൊടുത്തു, അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതിനെതിരായിട്ട് അൻസിബ സംസാരിച്ചു. ലാലേട്ട വന്ന് ഇത് ചെയ്യും, ഉടനെ ഓടിപ്പോവും, പിന്നെ ഞാൻ തിരിച്ച് വിളിച്ചാലേ വീണ്ടും വരുള്ളൂ, വിളിച്ചാൽ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞ് വരാമെന്ന് പറയും. അപ്പം അങ്ങനെ ഓരോരോ ആരോപണങ്ങൾ ജാസ്മിൻ എതിരായിട്ട് വന്നു. ജാസ്മിൻ അവിടെ ദേഷ്യം വരുന്നുണ്ട്, പക്ഷെ പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കടിച്ചു പിടിച്ച് നിൽക്കുമായിരുന്നു. ഇതിനിടയ്ക്ക് ജിൻഡോ ലാലേട്ടൻ ഞാനെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു ലാലേട്ട എന്ന് പറഞ്ഞിട്ടൊരു കമന്റ് പറഞ്ഞു. അപ്പം ജിൻഡോ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ ജിൻഡോ പറയാൻ പോണെന്ന് ലാലേട്ടൻ തിരിച്ചു ചോദിച്ചു. അതൊന്നും ആക്കിയതാണ്. അപ്പം ഇങ്ങനെയുള്ള സീൻസ് ആയിരുന്നു കഴിഞ്ഞു പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻസിബയ്ക്ക് ഷെഫിന്റെ ഒരു മോഡൽ സമ്മാനിച്ചു. കാരണം കഴിഞ്ഞ ഒരാഴ്ച ഫുള്ള് കിച്ചണിൽ നിന്ന് ഭക്ഷണം ഇത്രയും പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന അതൊരു ചെറിയ കാര്യമല്ല. എനിക്ക് ശരിക്കും അൻസിബയുടെ പേഴ്സണാലിറ്റി വലിയ ഇഷ്ടമാണ്. കാരണം ബിഗ് ബോസ് ഹൗസ് എന്ന് പറഞ്ഞാൽ വെറുതെ അടിയുണ്ടാക്കി വഴക്കുണ്ടാക്കി തമ്മിൽ തല്ലി നടക്കേണ്ട ഒരു വേദി മാത്രമല്ല. ശരിക്കും സൊസൈറ്റിയോടുള്ള ഒരു പ്രതിഫലനമാണ് ബിഗ് ബോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അൻസിബ തന്നെയാണ്. വേറൊരാളും അവിടെ അങ്ങനെ തോന്നുന്നില്ല. അൻസിബയ്ക്ക് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾക്ക് ഇടപെടും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അൻസിബ ഇടപെടാറില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി വ്യക്തിത്വത്തിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെട്ടത് അൻസിബ തന്നെയാണ്. അപ്പോൾ അൻസിബയ്ക്ക് ആ ഒരു മൊമെന്റോ കിട്ടി. അത് കഴിഞ്ഞിട്ട് ജാസ്മിനെയും ജിൻഡോനെയും അടുത്ത ആഴ്ചയും കിച്ചൺ ഡ്യൂട്ടി തന്നെ കൊടുത്താൽ മതി എന്ന് ലാലേട്ടൻ പറഞ്ഞു. ഈ പ്രാവശ്യം ചെയ്യാത്തതുകൊണ്ട് അടുത്ത ആഴ്ചയും അവർ തന്നെ കിച്ചണിൽ നിന്ന് പണിയെടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ജയിലിലെ ഇഷ്യൂ ഒഴുക്കൻ രീതിയിൽ പറഞ്ഞു വിട്ടു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജയിലിലായിരുന്നല്ലോ, അവിടെ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അല്ല ലാലേട്ടാ, അത് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് കഴിഞ്ഞു. ഒരു നടപടിയും എടുത്തിട്ടില്ല. തല്ലിയിട്ട് പോലും ജാസ്മിൻ ജിൻഡോ തല്ലിയിട്ട് പോലും ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു. ജിൻഡോയോട് ചോദിച്ചു ജിൻഡോയ്ക്ക് പരാതിയുണ്ടോ? അപ്പൊ ജിൻഡോ പറഞ്ഞു, ഇല്ല എനിക്ക് പരാതിയൊന്നുമില്ല, ജാസ്മിൻ അന്നേരത്തെ ദേഷ്യത്തിന് അടിച്ചതല്ലേ. അപ്പൊ ജാസ്മിൻ അന്നേരത്തെ ദേഷ്യത്തിന് അടിച്ചാൽ കുഴപ്പമില്ല, വേറെ ആരെങ്കിലും അന്നേരത്തെ ദേഷ്യത്തിന് അടിച്ചാൽ അത് ഫിസിക്കൽ അസോൾട്ട്. ജിൻഡോയ്ക്ക് പരാതി ഇല്ലാത്തത് കൊണ്ട് വേറെ ഹൗസ് മെമ്പേഴ്സ് ഒരാൾ പോലും മിണ്ടിയിട്ടുമില്ല. അവിടെ അന്നും അടിച്ചപ്പോൾ നന്ദനയും നോറയും മാത്രമാണ് ശബ്ദം ഉയർത്തിയത്. വേറെ എല്ലാവരും ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ജിൻഡോ എതിരായിട്ട് നിന്നത്. ഇപ്പോഴും അത് അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവരെ മത്സരാർത്ഥികൾ വന്ന സമയത്ത് ബിഗ് ബോസ് സീസൺ 6 തുടങ്ങുന്ന സമയത്ത് വന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇപ്പോൾ അവരുടെ ഹൗസിലെ അവസ്ഥ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പഴയ വീഡിയോ എല്ലാവരുടെയും ഈച്ച് ആൻഡ് എവറി കണ്ടസ്റ്റൻസിന്റെയും പഴയ വീഡിയോ പ്ലേ ചെയ്ത് കാണിച്ചു. അപ്പോൾ എല്ലാവരും അതിങ്ങനെ ചമ്മലോടുകൂടി ഇങ്ങനെ കണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതിൽ നിന്ന് എത്രമാത്രം നിങ്ങൾക്ക് മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. അപ്പോൾ ഓരോരുത്തരും ഓരോ മാറ്റങ്ങൾ പറഞ്ഞു. അതിനകത്ത് സായിയുടെ മാറ്റമാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത്. കാരണം സായി സീക്രട്ട് ഏജന്റ് ആയിട്ടിരുന്ന സമയത്ത് എന്തിനെതിരെയും വിമർശിക്കുന്ന ഒരാൾ പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ പോയപ്പം വെറുതെ അവിടെ പോയി ഇരിക്കുന്ന ഒരു അവസ്ഥയായി. പ്രത്യേകിച്ച് ഗെയിം ടാസ്കുകൾ ചെയ്യുന്നതല്ലാതെ വേറെ ഒരു രീതിയിലും സായിയുടെ പെർഫോമൻസ് അവിടെ കാണുന്നില്ല. ഈ അയൽക്കൂട്ടംകാർ കൂടിയിരിക്കുന്ന പോലെ ഇപ്പോൾ സിജോയും കൂടെ വന്നപ്പോൾ സിജോ, സായി, അഭിഷേക്, ശ്രീകുമാർ ഇവർ 3 പേരും കൂടി അയൽക്കൂട്ടം കൂടിയിരിക്കുന്ന പോലെ എടുത്തിരുന്ന് ഓരോരുത്തരുടെയും കാര്യങ്ങൾ പറയുന്നു. ഗെയിം പ്ലാനിങ് ആണ്, പക്ഷേ ഒരു മണ്ണാങ്കട്ടി നടക്കുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എവിക്ഷൻ ആയിരുന്നു. എവിക്ഷനിൽ പവർ ടീം ഓരോ ആൾക്കാരുടെയും പേരെഴുതിയ നോട്ടുണ്ടായിരുന്നു. ആ നോട്ടിൽ നിന്ന് ആരുടെ പേരാണോ ഉള്ളത് അവർക്ക് മാലയിട്ട് സ്വീകരിക്കണം. ആർക്കാണോ മാല കിട്ടാത്തത് അയാൾ പുറത്തു പോകും. അഭിഷേക്, ജയദീപ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എന്നേക്കുമായിട്ട് വിട പറഞ്ഞു. അതോടെ എപ്പിസോഡ് അവസാനിച്ചു. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ചോദിക്കേണ്ട ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. വെറുതെ എന്തോ ഒരു എപ്പിസോഡ് പോകണം. ഈ ആഴ്ച ലാലേട്ടൻ വന്ന 2 എപ്പിസോഡുകളും ബോറായിട്ട് തന്നെയാണ് പോയത്. മാറ്റിപ്പിടിച്ചു എന്ന് പറയുന്നത് ശരിക്കും ലാലേട്ടൻ അവിടെ കാണാനേ ഇല്ലെന്നോ. ലാലേട്ടൻ അഭിനയിക്കുന്നു, ബിഗ് ബോസിന് വേണ്ടി അല്ലെങ്കിൽ ബിഗ് ബോസ് ക്രൂവിന് വേണ്ടി ലാലേട്ടൻ അഭിനയിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതല്ലാതെ വേറെ ഒരു രീതിയിലും ലാലേട്ടൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നില്ല. കഴിഞ്ഞ സീസണുകളിലെ വീക്കെൻഡ് എപ്പിസോഡൊക്കെ കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് ലാലേട്ടൻ്റെ ഫയറായിട്ട് നിൽക്കുന്ന എപ്പിസോഡ്സ് ഒരുപാടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ഹൗസിലെ മെമ്പേഴ്സിനെ നനഞ്ഞ പടക്കം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ലാലേട്ടനെ വേണമെങ്കിൽ അങ്ങനെ പറയേണ്ടി വരും. പക്ഷേ ബഹുമാനം കൊണ്ട് പറയാൻ തോന്നുന്നില്ല.
എന്തായാലും ഇതാണ് ഇപ്പോൾ എപ്പിസോഡിന്റെ പോക്ക്. ഇപ്പോൾ ഇന്ന് രാവിലെ ലൈവിൽ കണ്ടത് ഋഷിയും ഗബ്രിയും ടീമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒരു രംഗമാണ്. അത് അവരോട് പവർ ടീമിനോട് തന്നെ ഡിസിഷൻ എടുക്കാൻ പറഞ്ഞു. മാറ്റിപ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ടോന്നൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്ന് അറിയത്തില്ല. എനിവേ ഋഷിയും ഗബ്രിയും പവർ ടീമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പകരം സായി നന്ദനയും ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ പവർ ടീം കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് സെയിം പവർ ടീം പോകുന്നുണ്ട്. പക്ഷേ ഒരു ഗുമ്മില്ല എന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം മാനിച്ച് ഇവരെല്ലാത്തിനും അവരുടെ ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്തിട്ട് പ്രേക്ഷകരുടെ മണ്ടേ കൊണ്ട് വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ സിബിനെ പുറത്താക്കിയത് സിബിൻ തന്നെ വന്ന് പറഞ്ഞു, എന്നെ പുറത്താക്കിയതാണ്, ഞാനായിട്ട് പുറത്ത് പോകണമെന്ന് ആവശ്യപ്പെട്ടതല്ല. അന്നേരത്തെ മാനസികാവസ്ഥയിൽ എനിക്ക് ഈ ഹൗസിന് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറണം എന്നാണ് സിബിൻ ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് സിബിനെ 3 ദിവസത്തോളം ഹൗസിൽ നിന്ന് മാറ്റി നിർത്തിയത്. 3ാമത്തെ ദിവസം സിബിൻ തിരിച്ചു വരുമെന്നാണ് സിബിന്റെയും പ്രതീക്ഷയായിരുന്നത്. എല്ലാം ഓക്കെ ആയി വരുന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സിബിന്റെ മാനസികാവസ്ഥ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സിബിനെ പുറത്തേക്ക് വിടുന്നു. അതിന്റെ ഒരു പ്രതിഫലനം എന്നോണമാണ് അഖിൽമാരാരുടെ പുതിയ വീഡിയോ എന്ന് പറയുന്നത്. ആ വീഡിയോയ്ക്കകത്ത് പറയുന്നത് സിബിന് ബൈപോളർ ഡിസീസിനുള്ള ടാബ്ലറ്റ് അല്ലെങ്കിൽ ഡ്രഗ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും ഇതൊരു മാഫിയാണോ? അവർക്ക് ഇഷ്ടമില്ലാത്ത കണ്ടസ്റ്റൻസിനെ എങ്ങനെയെങ്കിലും പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടി അവർ എന്ത് തറപ്പണിയും കാണിക്കും എന്നാണ് അഖിൽമാരാർ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്ക് എന്തായാലും ആ വീഡിയോ കൂടി ഇതിനൂടെ ഞാനൊന്ന് അറ്റാച്ച് ചെയ്യുകയാണ്. ആ വീഡിയോ ഫുള്ളൊന്നും വെക്കുന്നില്ല. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ക്ലോസ് ചെയ്തോളാം. നിങ്ങൾ റിപ്പീറ്റ് പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടാൽ മതി. ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്ന് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൻ ഇറങ്ങിയിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തോ പറഞ്ഞെന്നോ, അപ്പം നന്ദികേട് കാണിക്കരുതെന്ന് പറഞ്ഞിട്ടോ. എനിക്കെതിരെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ഞാനിത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല. എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനെറ്റിന്റെ ഭാഗത്തു നിന്നോ ബിഗ് ബോസിന്റെ അധികൃത ഭാഗത്തു നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, വളരെ കൂളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് ഏഷ്യാനെറ്റുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാവുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എൻ്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി മാറത്തേ ഉള്ളൂ. എനിക്കിതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമുച്ചം മുടക്കി പിടിച്ച് നിശബ്ദനായിട്ടിരിക്കാം. എനിക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ല. എൻ്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത്. റോബിനുമായിട്ടുണ്ടായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിന് വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കണക്കോ ഒന്നുമല്ല ഞാനിവിടെ പറഞ്ഞത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് മാത്രമല്ല എല്ലാവരുമായും സൗഹൃദത്തിലാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിന്റെ 50ാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ എടുത്ത് അയച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു. വെറും നാറി പുഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ്. എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോ ആയതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ എടുത്ത് അയച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ എടുത്ത് അയച്ചു കൊടുത്തത് ഞാനാണ്. പക്ഷേ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിന്റെ തലപ്പത്തിരിക്കുന്ന ചില നാറികൾ നടത്തിയ നെറുകേടിനെതിരെ പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെക്കും. ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയെ വേണ്ടെന്ന് വെക്കും. ഇവന്മാർ എന്നെ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അഖില് സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്, ഏഷ്യാനെറ്റുമായിട്ട് ബന്ധം വേണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ 2 പേര് കേട്ടോ, അധികം ആൾക്കാരൊന്നുമില്ല, 2 പേരേ ഉള്ളൂ ഇതിന്റെ പിന്നിൽ. അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് ഹെഡ് എന്ന് പറയുന്ന കിഷൻ എന്ന് പറയുന്ന അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനോടൊക്കെയുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ്. അതേപോലെ എന്റെ സുഹൃത്തുക്കൾ ധാരാളം പേര് അവിടെ ഉണ്ട്. അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഇവന്മാരുടെ ഈ നാറിത്തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും മിണ്ടാതിരുന്നത്. ഇതിൽ വന്നു പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും ഈ സ്ത്രീകളെ ഇവന്മാർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ, പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെയും ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഇത്തരം ഒരുപാട് നാറിയ പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു. ആ കോൺട്രാക്ടിനോടൊരു നീതി പുലർത്തണം. അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്ടിനോട് നീതി പുലർത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്, ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നതല്ല. അവനെ ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഈ ഡിപ്രഷനും ബൈപ്പോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലവും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത്. ഞങ്ങളുടെ ഷോ 1 മുതൽ 5 വരെ സീസണിന്റെ ഷോ ഡയറക്ടറായിരുന്ന അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം. കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി. എന്താ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം. ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ നാരിത്തരങ്ങൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറയണ്ടേ? അത് അറ്റവും മൂലം തൊടാതെ അങ്ങും ഇങ്ങും തൊടാതെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറയുന്ന രീതിയല്ല. റോബിന് പറ്റിയ മിസ്റ്റേക്ക്, റോബിനോടുള്ള വ്യക്തിവിരോധം കൊണ്ട് റോബിൻ എന്തൊക്കെ വായി തോന്നുന്ന വിവരക്കേടുകൾ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് സമൂഹം റോബിനെ പുച്ഛിക്കുകയാണ് ചെയ്തത്.
പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാരണ അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഊളകൾ വന്നിട്ട് എനിക്ക് എന്നെ തൊലിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇട്ടുകൊണ്ട് വരരുത്. ഞാനീ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോത്തില്ല എന്നുള്ള ആഡിയോ. അപ്പൊ ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ ആണ് അഖില് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കുന്നത്. ശരിക്കും ഒരുപാട് യൂട്യൂബ് ചാനലുകാർ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വീണ്ടും പറയുന്നു, അഖിൽ മാരാർ ഒരു സാധാരണ വ്യക്തിയല്ല. ബിഗ് ബോസ് സീസൺ 5 വിന്നറാണ്. ഒരു സാധാരണക്കാരനാണ് വന്ന് പറഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ ജസ്റ്റ് പോയിട്ട് ഒരാഴ്ച 2 ആഴ്ച പോട്ടെ, 100ാമത്തെ ദിവസം ഇറങ്ങിപ്പോയ ഒരാളെ പറഞ്ഞതായിക്കോട്ടെ, അയാൾ വിന്നർ അല്ല. പക്ഷെ ഇയാളുടെ വിന്നറാണ്. വിൻ ചെയ്ത ഒരാള് അതേ ഷോയ്ക്കെതിരെ ഇത്രയും ശക്തമായിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കണമെങ്കിൽ അതിനകത്ത് കഴമ്പില്ല എന്ന് ധരിക്കാൻ പറ്റില്ല. അപ്പോൾ ബിഗ് ബോസ് ക്രൂ അല്ലെങ്കിൽ ബിഗ് ബോസ് ഡയറക്ടർ, ഇപ്പോഴത്തെ ഡയറക്ടർ ആരെയാണ് വഞ്ചിക്കുന്നത്? അവിടെയുള്ള മറ്റ് കണ്ടസ്റ്റൻസിനെയാണോ പ്രേക്ഷകരെയാണോ? പ്രേക്ഷകരുടെ വോട്ട് പ്രകാരമാണ് എവിക്ഷൻ നടക്കുന്നതെന്ന് പറയുന്നു. എന്തുറപ്പുണ്ട്? ഇപ്പൊ സിബിനെ പുറത്താക്കിയത് പ്രേക്ഷകരുടെ തീരുമാനപ്രകാരമാണോ? അല്ല, ഡോക്ടർ പറഞ്ഞിട്ടാണെന്ന് പറയുന്നു. സിബിൻ പറയുന്നു സിബിന് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. ആ 1-2 ദിവസത്തെ പ്രശ്നം അത് പുറത്തേക്ക് ഇറങ്ങി ഡോക്ടറോടൊക്കെ സംസാരിച്ചു, ആള് നോർമലായിട്ട് വന്നതാണ്. പിന്നെ എന്തിന് പുറത്തേക്ക് വിട്ടു? അപ്പൊ ഇത്തരം ചോദ്യങ്ങളാണ് അഖിൽ ചോദിക്കുന്നത്. അതിനിടയ്ക്കൂടെ സിബിന് ഈ പറഞ്ഞ ഡ്രഗ് കൊടുത്തത്, ഇതൊക്കെ ശരിക്കും ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സിബിൻ പക്ഷെ അതിനെതിരെ സംസാരിച്ചിട്ടില്ല. സിബിൻ പറഞ്ഞത് ചില കോൺഫിഡൻഷ്യൽ മാറ്റേഴ്സ് ഉണ്ട്, അതെനിക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല, ആവശ്യം വരികയാണെങ്കിൽ ഞാൻ അതും ഷെയർ ചെയ്യും എന്ന് പറഞ്ഞാണ് സിബിന്റെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അത് അറിഞ്ഞിട്ടാണ് അഖിൽ ഇവിടെ ഇത് പറഞ്ഞത്. പക്ഷെ എന്റെ ഒരു സംശയം, സിബിൻ ഇത് അഖിലിനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ ഡ്രഗ് സിബിന് കൊടുത്ത കാര്യം സിബിൻ പറഞ്ഞിട്ടാണോ അഖിൽ അറിഞ്ഞത് എന്നുള്ളതാണ് എന്റെ സംശയം. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് ബിഗ് ബോസ് പ്രോഗ്രാമിനകത്ത് നടക്കുന്നത്. അപ്പൊ ഈ പ്രാവശ്യത്തെയും വിന്നർ ആരായിരിക്കണം എന്ന് അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം പല തെറ്റുകൾക്ക് നേരെയും കണ്ണടയ്ക്കുന്നത്, അനാവശ്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പൊ സിജോ തിരിച്ചു വന്നിട്ട് വെറും വായാടിത്തരം മാത്രമേ ഉള്ളൂ, സംസാരം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും അവിടെ കാണുന്നില്ല. പക്ഷേ സിജോ പോകുന്ന സമയത്തും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ സിജോ എന്ന് പറയുന്ന മത്സരാർത്ഥി ആ ഹൗസിനകത്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് പോലും റോക്കിയുടെ ഇടി കൊള്ളുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ആ ഇൻസിഡന്റ് ഉണ്ടാകുമ്പോഴായിരിക്കും. ആ ഇടി കൊണ്ടതിന്റെ പേരിൽ കുറച്ച് സഹതാപ തരംഗം സൃഷ്ടിക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞു. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു മാറ്റവും സിജോയുടെ ഭാഗത്തുനിന്ന് ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല, ഒരു കണ്ടന്റും ഉണ്ടായിട്ടില്ല. ഇപ്പൊ തിരിച്ചു കയറി വന്നപ്പോ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന പലർക്കെതിരെയും സിജോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ശ്രീരേഖ ഒരു പരിധിവരെ എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു താല്പര്യമുണ്ടായിരുന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അവരുടെ പെരുമാറ്റവും ആ സൗമ്യതയൊക്കെ കണ്ടപ്പോൾ. പക്ഷേ ഉള്ളിൽ വിഷം വെച്ചാണ് നടക്കുന്നതെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം അവർ പൗർണമി കയറിയിട്ട് റഷ്യയോടൊക്കെ സംസാരിക്കുന്ന ഒരു സീൻ കണ്ടു. വളരെ വൃത്തികെട്ട രീതിയിൽ ജിൻഡോ ഒരു സ്ത്രീ ലംബടൻ എന്ന ലെവലിലാണ് അവർ ചിത്രീകരിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നത്? ഇത്രയും വൃത്തികെട്ട ചിന്താഗതിയുള്ള, ഇത്രയും വൃത്തികെട്ട ഭാഷ സംസാരിക്കുന്ന, ഒരാളെ റെസ്പെക്ട് ചെയ്യാത്ത കുറെ ആൾക്കാർ, കുറെ കണ്ടസ്റ്റൻസ് എവിടെ നിന്ന് കിട്ടുന്നു? എന്തായാലും ഈ 50ാമത്തെ എപ്പിസോഡ് മുതലെങ്കിലും അതിലേക്ക് ഒരു മാറ്റം വരുമെന്നുള്ള വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, പക്ഷെ വിശ്വസിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള 50 എപ്പിസോഡുകൾ എന്തായി തീരും, അല്ലെങ്കിൽ ഇവര് ഓൾറെഡി ഫിക്സ് ചെയ്ത ആൾക്കാർക്ക് തന്നെ കപ്പ് കൊടുക്കുമോ? കളിച്ചു വരുന്നവർക്ക് കപ്പ് കൊടുക്കുക, ഡിസർവിംഗ് ആയ ആൾക്കാർക്ക് കൊടുക്കുക, അല്ലാതെ മറ്റ് കാര്യങ്ങളിൽ വീണ്. എന്തായാലും ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളും പുറത്ത് നടന്ന കാര്യങ്ങളും ഒക്കെ. അപ്പോൾ എന്തായി തീരുമെന്നൊന്നും നമുക്കറിയില്ല, കാത്തിരുന്ന് കാണാം.